വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അഴുവ മിസ് ആണ്. നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നമ്മൾ 1857 മുതൽ 1947 വരെയാണ് അല്ലേ പഠിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറയുന്ന ദ റോഡ് ടു ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻട്രൊഡക്ഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അറിയാലേ, ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രം എന്നാണ് നമ്മൾ എപ്പോഴും പറയാറ്. അപ്പൊ നിങ്ങൾക്കൊരു സ്വാഭാവികമായിട്ടോ അല്ലെ ഒരു സംശയം ഉണ്ടായിരിക്കും, ഗാന്ധിജി അത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ളത്. ഗാന്ധിജി അത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ്, ഗാന്ധിജി ഇന്ത്യയിലല്ല അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതും ജോലി ചെയ്യുന്നതും. ഗാന്ധിജി വക്കീലായാണ് ജോലി ചെയ്തതെന്ന് മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. വക്കീൽ പഠനത്തിന് ശേഷം അദ്ദേഹം പ്രാക്ടീസിനായിട്ട് പോയത് നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലേക്കാണ്. എവിടേക്കാണ് പോയിരിക്കുന്നത്? ദക്ഷിണാഫ്രിക്ക. ഈ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി തിരിച്ചു വന്ന ഒരു ദിവസം എന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? 1915 ജാനുവരി 9-ാം തീയതി. ജാനുവരി 9-ാം തീയതിയാണ് ഇദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാലഘട്ടങ്ങൾ അദ്ദേഹം എവിടെയും ചെലവഴിച്ചിരുന്നു? ദക്ഷിണാഫ്രിക്കയിൽ വക്കീലായിട്ടും അദ്ദേഹം ചെലവഴിച്ചിരുന്നു. അപ്പൊ അവിടെയും അദ്ദേഹം എന്തിനു ചെയ്തിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അവിടെയും അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയത്നിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പാർത്തീഡ് എന്ന് പറയുന്ന ഒരു പ്രശ്നമായിരുന്നു. എന്താണ് ഈ അപ്പാർത്തീഡ് എന്ന് നിങ്ങൾക്കറിയാമോ? തൊട്ടുകൂടായ്മ. അവിടെയും വെള്ളക്കാരനും കറുത്ത വർഗ്ഗക്കാരനുമായിട്ടുള്ള പ്രതിഷേധങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടിരുന്നു. വെള്ളക്കാരെന്ത് ചെയ്യും? കറുത്ത വർഗ്ഗക്കാരെ വളരെ താഴ്ന്ന നിലയിലായിരുന്നു കണ്ടിരുന്നത്. അവർക്ക് വേണ്ട യാതൊരുവിധ സൗകര്യങ്ങളോ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ വെള്ളക്കാർ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി, അതായത് കറുത്ത വർഗ്ഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജി പ്രയത്നിച്ചിരുന്നത്. അങ്ങനെ 1915 ജാനുവരി 9 ഗാന്ധിജി തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി നോക്കിക്കേ നിങ്ങൾ, അപ്പോളോ ബന്ദർ കടപ്പുറത്ത് എത്തുന്ന ചിത്രമാണ് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ അത്രയും കാലം ഒരുപാട് കാലം മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന ഒരാൾ ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ്. സാധാരണ ഇന്ത്യയുടെ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളെ അല്ലേ നമ്മൾ പ്രവാസികൾ എന്ന് വിളിക്കാറ്. അങ്ങനെ ഗാന്ധിജിയും എന്തായിരുന്നു? ഒരു പ്രവാസിയായിരുന്നു. ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ദിവസമാണ് നമ്മളെല്ലാവരും എന്തായിട്ട് ആചരിക്കുന്നത്? പ്രവാസി ദിവസ് അല്ലെങ്കിൽ പ്രവാസികളുടെ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നതെന്ന് മക്കൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ വളരെ തുടക്കത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ ഇതിൻ്റെ ലൈവ് ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സ് എന്ത് ചെയ്യുക? ലൈവ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. മാത്രമല്ല LSS എക്സാമിന് 3-4 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്ന ഒരു ഭാഗം കൂടെയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ LSS കിട്ടാൻ നിങ്ങൾ ഈ ചാപ്റ്റർ വളരെയധികം സഹായിക്കുകയും ചെയ്യും. സോ ആരും തന്നെ മറക്കരുത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ ലൈവിൽ ജോയിൻ ചെയ്യേണ്ട കാര്യം. സോ നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുമായിട്ട് വരാം. അണ്ടിൽ ദെൻ ബൈ.